വിദേശനയം. ഇന്ത്യയുടെ വിദേശനയം വൈദേശികമല്ല, അത് പൂർണ്ണമായും സ്വദേശീയവും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ വേരുറച്ചതുമാണ്. ഇങ്ങനെ പറഞ്ഞതാരാണ്? IK ഗുജ്റാൾ. ആരാണ്? IK ഗുജ്റാൾ. ഇന്ത്യയുടെ വിദേശനയം വൈദേശികമല്ല, അത് പൂർണ്ണമായും സ്വദേശീയവും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ വേരുറച്ചതുമാണ്. IK ഗുജ്റാൾ. ഇന്ത്യൻ വിദേശനയത്തിൻ്റെ അടിസ്ഥാനം ചേരിചേരാ നയം. ഇന്ത്യൻ വിദേശനയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ചേരിചേരാ നയം. ശീതസമരത്തിൻ്റെ ഭാഗമായ സോവിയറ്റ് യൂണിയൻ ചേരിയിലോ അമേരിക്കൻ ചേരിയിലോ അംഗമാകാതിരുന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ഏത്? ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? ശീതസമരത്തിൻ്റെ ഭാഗമായ സോവിയറ്റ് യൂണിയൻ ചേരിയിലോ അമേരിക്കൻ ചേരിയിലോ അംഗമാകാതിരുന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ഏത്? ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം പഞ്ചശീല തത്വങ്ങൾ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം പഞ്ചശീല തത്വങ്ങൾ. നാമ് എന്നറിയപ്പെടുന്നു. അപ്പോൾ എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? നാമ് എന്നറിയപ്പെടുന്നു അല്ലേ? ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1955 ബന്ദൂങ് സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം 1955 ബന്ദൂങ് സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ച വർഷം 1961. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ച വർഷം 1961. ആസ്ഥാനം ജക്കാർത്ത. ആസ്ഥാനം എവിടെയാണ്? ജക്കാർത്തയിലാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഉച്ചകോടി നടന്നത് ബെൽഗ്രേഡ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഉച്ചകോടി അഥവാ ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡ്. നാമ് രൂപീകരിച്ചപ്പോഴത്തെ അംഗങ്ങളായിരുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം 25. നാമ് രൂപീകരിച്ചപ്പോഴത്തെ അംഗങ്ങളായിരുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം 25. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോൻ 1953 UNOയിൽ. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോൻ 1953 UNOയിൽ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് സിരിമാവോ ഭണ്ഡാര നായികെ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് സിരിമാവോ ഭണ്ഡാര നായികെ. മറക്കരുത്, ലോകത്തിൽ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ആര്? സിരിമാവോ ഭണ്ഡാര നായികെ. എവിടെയാണ്? ശ്രീലങ്കയാണ്. എവിടെയാണ്? ശ്രീലങ്കയാണ്. ജമ്മു കാശ്മീർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് UNAയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോൻ. ജമ്മു കാശ്മീർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് UNAയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോൻ. UNAയിൽ തുടർച്ചയായി 8 മണിക്കൂറിലേറെ പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി VK കൃഷ്ണമേനോൻ. UNAയിൽ തുടർച്ചയായി 8 മണിക്കൂറിലേറെ പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി VK കൃഷ്ണമേനോൻ. സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കമ്മീഷണർ കൂടിയായിരുന്നു. ഇന്ത്യൻ ചേരിചേരാ നയത്തിൻ്റെ ശില്പി ആരാണ്? നെഹ്റുവാണ്. ഇന്ത്യൻ ചേരിചേരാ നയത്തിൻ്റെ ശില്പി ആരാണ്? നെഹ്റുവാണ്. 1987 രൂപീകൃതമായ നാമിൻ്റെ അനുബന്ധ കമ്മിറ്റി ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റി. 1987 രൂപീകൃതമായ നാമിൻ്റെ അനുബന്ധ കമ്മിറ്റി ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റി. ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് രാജീവ് ഗാന്ധി. ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് രാജീവ് ഗാന്ധി. നാമിൻ്റെ 18ാമത് സമ്മേളനം നടന്നത് അസർബൈജാൻ. നാമിൻ്റെ 18ാമത് സമ്മേളനം നടന്നത് അസർബൈജാൻ. നെഹ്റുവും ചൗവൻലായും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29. നെഹ്റുവും ചൗവൻലായും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29. ചേരിചേരാ നയത്തിൻ്റെ ശില്പികളെയും രാഷ്ട്രങ്ങളെയും നോക്കാം. ഒരു കോഡ് രൂപത്തിൽ പഠിക്കാം. നെഹ്റുവിൻ്റെ ഗമയുള്ള മാഷാണ് സുകർണോ. എങ്ങനെയാണ്? നെഹ്റുവിൻ്റെ ഗമയുള്ള മാഷാണ് സുകർണോ. അപ്പം നെഹ്റു നമുക്കറിയാം എവിടെയാണ്? ഇന്ത്യയാണ്. ഗമാൽ അബ്ദുൽ നാസർ എവിടെയാണ്? ഈജിപ്റ്റാണ്. മാഷ് എന്നല്ലേ പറഞ്ഞേ?
അപ്പം മാർഷൽ ടീറ്റോ എവിടെയാണ്? യൂഗോസ്ലോവിയ. സുകർണോ എവിടെയാണ്? ഇന്തോനേഷ്യ. അപ്പം നെഹ്റുവിൻ്റെ ഗമയുള്ള മാഷാണ് സുകർണോ. ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടീറ്റോ, സുകർണോ. ഇങ്ങനെ ഈജിപ്റ്റ്, യൂഗോസ്ലോവിയ, ഇന്തോനേഷ്യ എന്നല്ലേ പറഞ്ഞേ? അത് ഓർത്തിരിക്കാനായിട്ട് EYI, നമുക്കറിയാം കണ്ണ് EYE ആണ്. ഇവിടെ സ്പെല്ലിംഗ് ഒന്ന് മാറ്റുന്നതായിട്ട് ഓർത്തിരുന്നാൽ മതി, ഐ വരുമെന്നുള്ളത്. EYI. ഓക്കെ.